24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 29 ചൊവ്വ, കർക്കിടകം 13-ാം തീയതി. ഒരു നല്ല വാർത്ത വരുന്നുണ്ട്. യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ അത് പൂർണ്ണമായി റദ്ദാക്കി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ ഇന്ന് പുറത്തുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി പോകുന്നു. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. നേരത്തെ നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായി റദ്ദ് ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. സനായിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് എന്നാണ് വിവരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഈ തീരുമാനമുണ്ടായത്. യമനിലെ സാമൂഹ്യ പ്രവർത്തകനായ സർഹാൻ ഷംസാൻ അൽ ബിസ്വാബി വാർത്ത സ്ഥിരീകരിച്ചു. അതേസമയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യങ്ങളിൽ സ്ഥിരീകരണം നൽകുന്നില്ല. വാർത്തയുടെ വിശദാംശമായി നിഖിൽ പ്രമേഷാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നത്. നിഖിൽ, ഈ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് വരുന്ന അറിയിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് നിഖിൽ? ഉന്മേഷ്, സ്മിത, ഗുഡ് മോർണിംഗ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ദീർഘനാളായി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്തയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ തലാലിന്റെ സഹോദരൻ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുടെ തീയതി നീട്ടിവെക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവരൊരു കത്ത് നൽകി എന്നത് സംബന്ധിച്ച വിവരം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ തന്നെ ചില അനുകൂല സൂചനകളുണ്ട്, ചില പോസിറ്റീവ് നീക്കങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായി എന്ന് തന്നെയാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഓഫീസ് സ്ഥിരീകരിക്കുന്നത്. യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യനായ ജവാദ് മുസ്തഫാവി വഴിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന വിവരം തങ്ങൾക്ക് ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ച ശേഷം സർക്കാർ പ്രതികരിക്കാം എന്നുള്ളതാണ് ഈ വിഷയത്തിലെ സർക്കാരിൻ്റെ നിലപാട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാമുൽ ജെറോമും ഇതുമായി ബന്ധപ്പെട്ട വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത തെറ്റാണ് എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നിരിക്കെ പോലും ഒരു അനുകൂല ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമ്മൾ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങളുടെ തുടർ ചർച്ചകൾ ആരംഭിച്ചതായുമാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് ഇതിനോടകം തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അവരുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യമനിന് പുറമെ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെ എല്ലാ തലത്തിൽ നിന്നുള്ള ഇടപെടലോടുകൂടി കേരളം കാത്തിരിക്കുന്ന വാർത്തയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ ഒരു പോസിറ്റീവ് വാർത്ത വരുമെന്നാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. നിഖിൽ, അതെ, വളരെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ ആശ്വാസമാകുന്ന വാർത്തയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനം ഇതിൽ ഒരു സ്ഥിരീകരണം നൽകുക, അത് ലഭിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ തീരുമാനം മണിക്കൂറുകൾക്കകം വന്നേക്കും എന്നുള്ള ഒരു വിവരമുണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നിലവിൽ ഈ യമനിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. ദയാധനത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള തീരുമാനവുമായിട്ടില്ല. വധശിക്ഷ റദ്ദാക്കി ഈ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് യമനിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു വാർത്ത പുറത്തു വന്നേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ തന്നെ കാന്തപുരത്തിൻ്റെ ആസ്ഥാനത്തേക്ക്, അതായത് മർക്കസിലേക്ക് നമ്മൾ തിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായ വാർത്ത ഇന്ന് പുറത്തു വരുമെന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. സ്മിത. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഏതായാലും ഇന്ന് ഈ പ്രഭാതം വളരെ നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഈ വധശിക്ഷ റദ്ദാക്കി എന്ന വിവരം, അതിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇന്ന് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ തടവിലാക്കിയതിൽ പ്രതിഷേധം ശക്തം. വിഷയം ഇന്നും പാർലമെന്റിൽ ഉന്നയിക്കാൻ കേരളത്തിൽ നിന്നുള്ള MP-മാർ. ഛത്തീസ്ഗഡിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട്. അജീഷ്, ഗുഡ് മോർണിംഗ്. അജീഷ്, ഈ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ പ്രതിനിധികൾ അങ്ങോട്ട് പോകുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാൻ.
പക്ഷേ രണ്ട് തരത്തിലുള്ള വാദങ്ങൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഇന്നലെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിക്കുമോ? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് അജീഷ്? സ്മിത, ഉന്മേഷ്, ഇന്ന് ജാമ്യാപേക്ഷ നൽകാനാണ് സഭയും അതേപോലെ തന്നെ ഈ കന്യാസ്ത്രീകളുടെ കുടുംബവും അടക്കമുള്ള അവരുടെ പ്രതിനിധികളും ആലോചിക്കുന്നത്. ഇന്ന് അവരുടെ ചില അംഗങ്ങൾ കൂടി ഇന്ന് റായ്പൂരിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം ഒരു കൂടിയാലോചന നടത്തിയിട്ട് ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് ആലോചിക്കുന്നത്. നേരത്തെ ഇവർ പറഞ്ഞിരുന്നത് ഈ മാതാപിതാക്കൾ, അതായത് കന്യാസ്ത്രീകൾ ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഈ 3 പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. അവരുടെ മൊഴിയുടെ വിശദാംശങ്ങൾ അതുകൂടി മനസ്സിലാക്കിയതിനു ശേഷം ജാമ്യാപേക്ഷ നൽകിയാൽ മതി എന്നൊരു തീരുമാനത്തിലായിരുന്നു എത്തിയിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ എത്തി ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കൂടാതെ ബിജെപിയുടെ ഒരു സംഘം, ബിജെപിയുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സംഘവും ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്തുന്നുണ്ട്. അവർ രാവിലെ ഛത്തീസ്ഗഡിലെത്തും. അതിനുശേഷം ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുമായിട്ടും കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏതാണ്ട് 10 മണിയോടെ ആ കൂടിക്കാഴ്ച നടക്കും. എന്തായാലും ഇവിടെ ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിൽ അത് ചർച്ചയാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികളുടെ തീരുമാനം. പക്ഷേ ബിജെപിയുടെ ഭാഗത്തു നിന്നോ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുടെ ഒരു പ്രതികരണം വന്നതല്ലാതെ മറ്റൊരു ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരേക്കും വന്നിട്ടില്ല. ഈ വിഷയം ചർച്ചയാക്കി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതുകൊണ്ടാണ് പാർലമെന്റിലടക്കം വീണ്ടും ഈ വിഷയം ഉന്നയിച്ച് കന്യാസ്ത്രീകളുടെ മോചനം ഇത് സാധ്യമാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മലയാളി കന്യാസ്ത്രീകളെ പോലീസ് സാന്നിധ്യത്തിൽ ബജ്രംഗ് ദൾ പ്രവർത്തകർ വിചാരണ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂലിച്ചത് ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദൾ മഹിളാ വിംഗ് നേതാവായിരുന്നു. താൻ മതപരിവർത്തനം ചെയ്തവരെ ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് ജ്യോതി ശർമ്മ 24നോട് പറഞ്ഞു. മുൻപും ഇങ്ങനെ പലതവണ മതപരിവർത്തനം താൻ തടഞ്ഞിട്ടുണ്ട് എന്നാണ് ജ്യോതി ശർമ്മയുടെ അവകാശവാദം. 24 എക്സ്ക്ലൂസീവ്. മതപരിവർത്തനം ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആ കന്യാസ്ത്രീകളോട് ചോദ്യം ചോദിച്ചതും ആക്രോശിച്ചതും ഒരു സ്ത്രീയായിരുന്നു. അത് ഛത്തീസ്ഗഡിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സംഘപരിവാർ സംഘടനയിൽപ്പെട്ട ഒരു ആളായിരുന്നു. ജ്യോതി ശർമ്മ എന്നാണ് ആ ആളുടെ പേര്. ഇപ്പോൾ ജ്യോതി ശർമ്മ തന്നെ 24 ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. ആ കൈസെ പത്ത ചൽ രഹേ ഹോ ഇഷ്യൂ ചൽ രഹേ? जी, हमारे भाई हैं, बजरंग दल वाले हैं, वो अपने परिवार को छोड़ने के लिए गए हुए थे। तो वहाँ वो बच्ची रोती हुई बैठी थी। 2 नन थे, 3 बच्चियाँ थी और 1 लड़का था। तो एक बच्ची उसमें रो रही थी तो हमारे भाई ने पूछा क्यों रो रही हो? तो बोले मैं घर जाना चाहती हूँ, ये मुझे नहीं जाने दे रहे हैं। चूँकि लड़कियाँ थी, महिलाएँ थी, तो भाई ने तुरंत फिर हमें फ़ोन लगाया, दीदी ऐसी ऐसी बात है करके। तो जब मैं वहाँ पहुँची तब तक उनको GRP में बिठा दिया गया था, अंदर में वहाँ रूम में बिठा लिए थे। वहाँ जाने से मैंने बातचीत किया उन लोगों से, तो एक बिटिया का कहना था मैं घर जाना चाहती हूँ लेकिन ये मुझे नहीं जाने दे रहे हैं। अगर कोई सबूत है इसको? जी हाँ, बिल्कुल, लड़कियाँ खुद बोली है, हमारे पास लड़की का बाइट है कि मैं घर जाना चाहती हूँ, मुझे ये नहीं जाने दे रहा है लड़का। व्हाट्स योर नेक्स्ट स्टेप? अब वो तो सरकार और कानून ये करेगी, उनको तो अंदर कर दिया गया है, अब कानून का जैसा रहेगा वैसा चलेगा केस। അപ്പോൾ ആ ദൃശ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രോശിച്ച ആ ബജ്രംഗ് ദളിലെ നേതാവ് കൂടിയാണ് ജ്യോതി ശർമ്മ. ജ്യോതി ശർമ്മ പറയുന്നത് അതിൽ മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അതിന് തെളിവുണ്ട്, അത് ചോദിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ അതല്ല, പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്, പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് അവർ ആ 2 കന്യാസ്ത്രീകളെ, പ്രായം ചെന്ന കന്യാസ്ത്രീകളാണ്, അവരോട് ആക്രോശിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും അവരുടെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ കേട്ടത്. അവരതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇനി മുമ്പും ഇത്തരത്തിൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, അതൊക്കെ തെളിവ് സഹിതം വീണ്ടും പുറത്തുവിടും, ഇത് മതപരിവർത്തനം തടയും എന്നാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. കന്യാസ്ത്രീകൾ നുണ പറഞ്ഞതുകൊണ്ടാണ് പോലീസിൽ ഏൽപ്പിച്ചത് എന്നാണ് ദുർഗിലെ ബജ്രംഗ് ദൾ പ്രവർത്തകർ പറയുന്നത്. മതപരിവർത്തനം തടയാൻ ഏതറ്റം വരെ പോകുമെന്നും ഇവർ പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ തയ്യാറാക്കിയ മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ഛത്തീസ്ഗഡ്
ദുർഗ് ജില്ലയിലെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഭാഗത്ത് വെച്ചാണ് 2 കന്യാസ്ത്രീകളെ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു നിർത്തുകയും മതപരിവർത്തനം ആരോപിച്ച് അവർക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തത്. പിന്നീട് ജയിലിലാക്കുകയും ചെയ്തു. അന്ന് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് 24-നൊപ്പം ചേരുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ पर 2 दिन पहले क्या हुआ? 2 दिन पहले सवेरे सवेरे करीब 7 बजे 2 नन, 2 बच्चियां और 1 लड़का, ये लोग रेलवे स्टेशन में संदिग्ध हालत में बैठे थे। हमारे कार्यकर्ता जिला उपाध्यक्ष हैं प्रिंस राजपूत जी, उन्होंने पहले देखा और उन्होंने ईश्वर राजपूत और इंद्रजीत महाराज को बुलाया कि भाई कुछ मामला गड़बड़ है, यहाँ पर थोड़ा देखिए संदिग्ध है। ये लोग आकर पूछताछ किए तो मालूम चला कि ये तो टोटल गड़बड़ चल रहा है यहाँ मामला, मतलब कुछ अच्छा मामला नहीं है। उन्होंने तुरंत, चूंकि मुखिया मैं हूँ तो कार्यकर्ताओं ने संपर्क किया, तो हमने तुरंत बोला पहले पुलिस थाने में ले जाकर के उनको बैठाइए और विभाग संयोजक को और हमारी महिला विंग की जो अध्यक्ष हैं ज्योति शर्मा जी और रवि निगम, इन दोनों को बुलाइए और पूरे कार्यकर्ताओं को इकट्ठा करिए। तब तक पहुँचे वहाँ पर। जब देखा गया कि बातचीत हुई कार्यकर्ताओं से, तो उसी समय लगभग आधे घंटे के अंदर में ईसाई समाज के कम से कम 150-200 लोग वहाँ पहुँच गए माहौल बनाने के लिए कि रिपोर्ट दर्ज ना हो करके। लेकिन फिर हमने समय रहते भी, जब हमारे पास सूचना आया कि हमारी संख्या थोड़ी कम हो रही है, तो हमने तुरंत आसपास के कार्यकर्ताओं को लाइन अप किया और साथ ही साथ समाज से भी, और यहाँ पर जो व्यापारी हैं रेलवे स्टेशन के आसपास में जितने, उन सब से हमने संपर्क किया। जैसे एक व्यापारी तो ये भी हैं, ये नवीन पटेल जी, जो यहाँ ग्रीन चौक में इनका बहुत बड़ा होटल है, इनको संपर्क किया। उन्होंने अपने पूरे कर्मचारी, व्यापारी, आसपास के सभी लोगों को लेकर के रेलवे स्टेशन में पहुँच गए और दबाव बनाए। फिर हमारे लोगों ने जाकर के बस्तर में संपर्क किया, तो बस्तर में हमारे कार्यकर्ता ने जाकर नारायणपुर में जो इनके परिवार हैं, फैमिली मेंबर बच्चों के, उनसे संपर्क किया गया। तो ये जानकारी लगी कि उनको जानकारी ही नहीं है कि वो लोग आगरा लेके जा रहे हैं नन लोग उसको। तो इस प्रकार की बातें। और उसके बाद 2 बातें और आई इसमें। एक तो ये कि विरोधाभासी बात उन्होंने किया कि पहले ये बोले कि हम नर्सिंग कोर्स के लिए लेके जा रहे हैं, तो 5वीं 6वीं पढ़ने वाला बच्चा नर्सिंग कोर्स नहीं कर सकता। फिर 2 मिनट के बाद दूसरा बयान आता है इनका और ये बोलते हैं कि नहीं, वो हम कुक करने के लिए लेके जा रहे हैं, मतलब खाना बनाने के लिए लेके जा रहे हैं। तो इस प्रकार की बातें जब विरोधाभासी हुई तो हमने थाने में ले जाकर के शिकायत किया। थाना के प्रभारी थे बोरछा जी, उन्होंने संज्ञान में लेते हुए परिवार से बातचीत किया और उस पर FIR किया, तब जाकर ये मामला शांत हुआ है। लेकिन अब ये मामला शांत नहीं होगा, ये मामला और भी आगे बढ़ेगा और जो भी इसमें कृत्य में शामिल है। ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അവിടെ നിന്നുള്ള ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ഗസയിൽ പട്ടിണി എന്ന് സമ്മതിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിഷയത്തിൽ അമേരിക്ക കാര്യമായി ഇടപെടുമെന്നും കൂടുതൽ സഹായിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. പട്ടിണിയില്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനയോട് ട്രംപ് വിയോജിച്ചു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എന്താണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്? മധു. ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. ഗസയിൽ പട്ടിണി കിടന്ന് മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ ഉയർന്നിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതോടുകൂടി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഗസ മുനമ്പിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പ്രസിഡന്റ് ട്രംപും അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച ചെയ്തിരുന്നു. ഞായറാഴ്ച അതേസമയം ഗസയിൽ പട്ടിണി ഇല്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ സ്കോട്ട്ലൻഡ് സന്ദർശന വേളയിൽ ഡൊണാൾഡ് ട്രംപ് ഈ നെതന്യാഹു പറഞ്ഞതിനോട് വിയോജിക്കുകയായിരുന്നു. പട്ടിണിയില്ലായ്മയെ കുറിച്ചുള്ള നെതന്യാഹുവിന്റെ ഈ വിലയിരുത്തലിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, ടെലിവിഷനിൽ കാണുന്നതൊക്കെ അനുസരിച്ച് അവിടെ കുട്ടികൾ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ അമേരിക്ക ധാരാളം പണവും ധാരാളം ഭക്ഷണവും നൽകുന്നു, മറ്റു രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗസയിൽ ഏകദേശം 2 ദശലക്ഷം ജനസംഖ്യയുടെ ഏതാണ്ട് 1/3 പേരും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കഴിയുന്നു എന്നാണ്. എന്നാൽ ട്രംപ് ഇപ്പോൾ പറയുന്നത് ആ കുട്ടികളിൽ ചിലർ അവർ യഥാർത്ഥ പട്ടിണിയിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അത് ആർക്കും മനസ്സിലാകും. അത് ഒരിക്കലും അത് വ്യാജമാക്കുവാൻ കഴിയില്ല. അതിനാൽ അമേരിക്ക കൂടുതൽ ഇടപെടാൻ പോകുന്നു എന്നാണ്. ഗസയിലെ സ്ഥിതി വളരെ ദുഃഖകരമാണ്. ഇത് ബ്രിട്ടീഷ് ജനതയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറും പറഞ്ഞിരിക്കുന്നത്. സ്മിത, ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് ഈ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.
ഉള്ളുപൊട്ടിയ ഒരാണ്ട്. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട് നാളെ 1 വർഷം തികയുകയാണ്. സ്വന്തമായി ഭൂമിയും കിടപ്പാടവും എന്ന അതിജീവിതരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും നിറവേറ്റാനായിട്ടില്ല. ദുരന്ത ഭൂമിയിൽ നിന്ന് 24 വാർത്താ സംഘം വിശദമായ റിപ്പോർട്ടുകളുമായി ചേരും. വിപിൻ സി വിജയനാണ് ആദ്യം എത്തുന്നത്. വിപിൻ, ഇപ്പോൾ കേരളത്തില് വലിയ ഒരു ദുരന്തമാണ് ഇത്. അതിൻ്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകൾ? ഈ പുനരധിവാസം എവിടെ വരെ എത്തി? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഉന്മേഷ്, സ്മിത, ഇതുപോലെ ഒരു ദിവസത്തെ രാത്രിയിലാണ് നമ്മുടെ കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായത്. മുണ്ടക്കൈ ചുരൽമല ദുരന്തം. അത് ഇപ്പോൾ ഇതാ 1 ആണ്ട് തികയുകയാണ്. ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പുഞ്ചിരിമട്ടം എന്നുള്ള സ്ഥലത്ത് ഏകദേശം 12 മണിയോടുകൂടിയായിരുന്നു ആദ്യത്തെ മണ്ണിടിച്ചിലുണ്ടാവുന്നത്. പിന്നീട് 1 മണിയോടുകൂടി അതൊരു വലിയ ഉരുൾപൊട്ടലായി തീരുകയായിരുന്നു. പിന്നീട് രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൌത്യമാണ് കണ്ടത്. 298 പേർ ഈ പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചു എന്നുള്ളതാണ് കണക്ക്. അതിൽ 32 പേരെ ഇനി കണ്ടെത്താനുണ്ട്. ഒപ്പം തന്നെ നിരവധി പേരെ DNA-യിലൂടെയാണ് കണ്ടെത്തിയത്. അങ്ങനെ ഒരു വലിയ ദുരന്തം എന്ന് തന്നെ പറയാവുന്ന അത്രയും നമ്മളെ കണ്ണീരല്ലാഴ്ത്തിയ ഒരു ദുരന്തമാണ്. അപ്പോൾ അന്ന് നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. അതെല്ലാം തന്നെ പാലിക്കപ്പെട്ടോ എന്നുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്. സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. ഒപ്പം തന്നെ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നത്. 410 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ മാതൃകാ വീടിന്റെ പ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. അത് ഇപ്പോൾ ഈ 2 ദിവസത്തിനകം തന്നെ ആ മാതൃകാ വീട് പൂർത്തിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന്റെ മുഴുവൻ നിർമ്മാണ ചുമതലയുള്ളത്. മറ്റൊരു 9 വീടുകളുടെ അടിത്തറ പാകുന്ന പ്രവർത്തനം നടക്കുന്നു. ഇങ്ങനെ ഒരു 410 കുടുംബങ്ങളുടെ വീടിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ ഒരു അന്തിമ ലിസ്റ്റ്, അതായത് ഈ ഒരു അപ്പീലിനൊക്കെ പോയിട്ടുള്ള നിരവധി പേരുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാസ്റ്റ് ലിസ്റ്റ് ഇപ്പോഴും വരാനുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത ആളുകൾ, അവർക്ക് വേണ്ടത്ര സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടിയുണ്ട്. അത് ഇനി വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആ ഒരു ലിസ്റ്റ് പുറത്തുവിടുക എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടെത്തിയ ആളുകളെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ 410 എന്നുള്ളൊരു കണക്കിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ആളുകളെ കൂടി പരിഗണിക്കാൻ, അതായത് അവരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, പക്ഷേ അവിടേക്ക് എത്താൻ, അവർക്ക് അവിടെ താമസയോഗ്യമല്ലാത്ത ഒരു പ്രദേശം, ഇനി ഉണ്ടാവുന്ന ഭീതി, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർക്കുണ്ടാവുന്ന സഹായം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ യൂത്ത് ലീഗിന്റെ ഒരു ലോങ് മാർച്ച് പുത്തുമലയിൽ നിന്ന് കലക്ട്രേറ്റ് വരെ നടക്കുന്നുണ്ട്. മുനവറലി ശിഹാബ് തങ്ങളാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. ഈ പുത്തുമലയിൽ നിന്ന്, അവിടെയാണ് ഈ മരിച്ചവരെല്ലാം തന്നെ സംസ്കരിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് കലക്ട്രേറ്റ് വരെയാണ്. അത് സർക്കാർ വഞ്ചിച്ചു, വേണ്ടത്ര രീതിയിലുള്ള ഒരു പുനരധിവാസം നടന്നിട്ടില്ല എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാർച്ച് നടക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് സർവ്വമത പ്രാർത്ഥനയും അവിടെ നടക്കും. പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. പക്ഷേ ആ വേദനയുടെ ആഴങ്ങളിൽ മുങ്ങിത്താഴുന്ന ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്. നമ്മൾ പറയാറുണ്ട് എപ്പോഴും ഈ കാലത്തിന്റെ ഒരു കുത്തൊഴുക്കിലൊക്കെ വേദനകൾ മറക്കുമെന്നുള്ളത്. പക്ഷേ ഇവരെ അത് അനുഭവിച്ച ആളുകളെ സംബന്ധിച്ച് വീണ്ടും ആ ആഴങ്ങളിലേക്ക് ഊളിയിടുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്ത് നിൽക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ ഒരു മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു കണക്കനുസരിച്ച് പ്രധാനപ്പെട്ട ഒരു മഴയുടെ സീസൺ വയനാടിനെ സംബന്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു 2 സ്പെല്ല് കൂടിയാണ് ഉള്ളത് ഈ മൺസൂൺ. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധികളില്ലാതെ കടന്നുപോകും എന്നുള്ള ഒരു കാര്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ചെറിയ ചാറ്റൽ മഴ ഇന്ന് രാവിലെ തന്നെ ആ ഒരു ദുഃഖത്തിന്റെ ഓർമ്മ വീണ്ടും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് പെയ്യുന്നുണ്ട്. ഉന്മേഷ്, സ്മിത. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുണ്ടക്കൈ ചുരൽമല ദുരന്ത ബാധിതർക്ക് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 410 വീടുകളാണ് നിർമ്മിക്കേണ്ടത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വലിയ പ്രതീക്ഷകളിലൊന്നാണ് ഈ കാണുന്നത്. സർക്കാർ ടൗൺഷിപ്പിലെ ആദ്യ നിർമ്മാണം മാതൃകാ വീട്. എൽസൺ എസ്റ്റേറ്റിൽ തകൃതിയായ ജോലികൾ. 5 സോണുകളിലായി നിർമ്മിക്കുന്ന വീടുകൾ. ആദ്യ സോണിൽ ഉൾപ്പെട്ട 140 വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി. 41 വീടുകൾക്കുള്ള സിമന്റ് കോൺക്രീറ്റ്, 9 വീടുകൾക്കുള്ള അടിത്തറ നിർമ്മാണം എന്നിവ കഴിഞ്ഞു. 410 വീടുകളാണ് നിർമ്മിക്കുന്നത്. മാതൃകാ വീടിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ KSEB നിർമ്മിക്കുന്ന 110 kV സബ്സ്റ്റേഷന്റെ ടെൻഡർ നടപടികളും ആരംഭിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും നീണ്ടുപോകരുത് എന്നാണ് ദുരന്തബാധിതർക്ക് പറയാനുള്ളത്.
ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്ക് ഒരു പ്രയാസം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റപ്പെട്ട് ജില്ലേൻ്റെ പല ഭാഗങ്ങളായിട്ട് കഴിയാണ്. ഞങ്ങളെല്ലാവരും പാടെ ഇനി ഒരുമിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആ പഴയ ഒരു സൗഹൃദവും ആ കൂട്ടായ്മയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇപ്പം നിലവിൽ ഒരു ദുരന്തബാധിതനായിട്ട് തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ. അതൊന്ന് മോചനം വേണം. കാരണം നമ്മളൊരു ദുരന്തബാധിതനായിട്ട് എന്നും ആ പേടി സ്വപ്നമായിട്ട് മഴ വരുമ്പോഴൊക്കെ ഉള്ള പേടി സ്വപ്നമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു കാരണവശാലും ഇനി പറയരുത്. മഴ കാരണം കുറച്ച് വൈകിട്ടുണ്ട്. പക്ഷേ ആ വൈകിയത് കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് അത് നികത്തിക്കൊണ്ട് ഈ ഡിസംബറിൽ തന്നെ പണി പൂർത്തിയാക്കാനുള്ള നടപടി ഉണ്ടാകണം. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. മനു ദാമോദരനൊപ്പം വിപിൻ സി വിജയൻ, 24 വയനാട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് സാക്ഷ്യം വഹിക്കും. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ വിദേശകാര്യമന്ത്രി S ജയശങ്കറും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തള്ളിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കും. ചർച്ചയുടെ സമാപനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസാരിക്കുമെന്നാണ് സൂചന. വിനീത VG ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, അപ്പോൾ ഇന്നും സജീവമായ ചർച്ച നടക്കുമല്ലേ പാർലമെന്റിൽ? വിവരങ്ങൾ വിനീത. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും ഇരു സഭകളിലുമാണ് ഇന്നും ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണവും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നത്. ഇന്നലെ സമാനമായിട്ടുള്ള ചർച്ചകൾ തന്നെ ഇന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാജ്യസഭയിലും ഇതേ വിഷയം ചർച്ച ചെയ്യും. ഇന്നലെ ലോക്സഭയിലാണ് ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 16 മണിക്കൂർ ചർച്ചയ്ക്കായി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചില വ്യക്തതകൾ കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഇടപെട്ടുവെന്ന ട്രംപിന്റെ വാദമുണ്ട്. ഈ വാദം പൂർണ്ണമായും തള്ളുകയാണ് ഇന്നലെ വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊന്ന് അമിത്ഷായും ഈ ലോക്സഭയിൽ ഈ വിഷയത്തിന്മേൽ ചർച്ച നടന്നപ്പോൾ ഇടപെടുകയുണ്ടായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് അമിത്ഷാ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയിൽ അവർ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം എന്നുള്ളത് ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. പക്ഷേ അതിനെ പാടെ തള്ളുക തന്നെയാണ് ചെയ്യുന്നത് വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും ഒക്കെ. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ നടത്തിയ ഓരോ നടപടികളും എണ്ണിയാണ് ഇന്നലെ S ജയശങ്കർ സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ നമ്മുടെ മന്ത്രിമാരോടല്ല വിശ്വാസമെന്ന് ഇന്നലെ അമിത്ഷായും സഭയിൽ സൂചിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ ചില രൂക്ഷ വിമർശനങ്ങളടക്കം ഇന്നലെ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാജ്യസഭയിലും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇതിൽ ആഭ്യന്തര വകുപ്പിന് കൂടി പങ്കുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. കാരണം സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ആഭ്യന്തര മന്ത്രാലയത്തിനാണ്, ആഭ്യന്തര വകുപ്പിനാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ന് ഈ ചർച്ച അവസാനിക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി കൂടി ഇന്ന് സംസാരിച്ചേക്കുമെന്നുള്ളത് തന്നെയാണ് സൂചന. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സംസാരിച്ചേക്കും. ഇന്നലെ അതിന് സമാനമായിട്ടുള്ള ചർച്ചകളൊപ്പം തന്നെ വാഗ്വാദങ്ങളൊക്കെ തന്നെ ഇന്ന് ഇരു സഭകളിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് പുറമെ മറ്റു ചില വിഷയങ്ങൾ കൂടി, അതായത് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ചെയ്ത സംഭവം, ഒപ്പം തന്നെ പിന്നാലെ ഉണ്ടായ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇന്നലെ ആ സഭയിൽ ഉന്നയിക്കുകയും അതിൽ കൃത്യമായിട്ടുള്ള ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നും സഭകളിൽ അത്തരത്തിലേക്കുള്ള നടപടികൾ കൂടി ഉണ്ടാകും. പക്ഷേ അതേസമയം ഇന്ന് ഇരു സഭകളിലും പ്രക്ഷുബ്ധമാവുക ഓപ്പറേഷൻ സിന്ദൂറും ഒപ്പം തന്നെ പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ തന്നെയായിരിക്കും. ഉന്മേഷ്. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ശ്രീനഗറിൽ സൈന്യത്തിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ട ഹാഷിം മൂസ പാകിസ്ഥാൻ സൈന്യത്തിലെ മുൻ കമാൻഡോ. കശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനാണ് ഹാഷിം മൂസ. ഇയാൾ ലഷ്കർ-ഇ തോയ്ബയിൽ ചേർന്ന് ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ വത്തിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച വത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ മുൻപാകെയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചോളക്ഷേത്രം സന്ദർശനത്തെ വിമർശിച്ചും നടനും TVK സ്ഥാപകനുമായ വിജയ്. BJP തമിഴ്നാടിനെ അവഗണിക്കുന്നതിനൊപ്പം തമിഴ് അഭിമാനത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും വിജയ്. BJPയും ഭരണകക്ഷിയായ DMKയും രാഷ്ട്രീയ നാടകത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർ പക്ഷേ പരോക്ഷ ബന്ധുക്കളാണെന്നും വിജയ്.
ഭാഷാ ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ 2ാം ഭാഷാ ആന്തോളന് ബോൽപൂരിലെ ബീർഭൂമിയിൽ തുടക്കം. ബംഗാളി സംസാരിക്കുന്ന പുറത്തുള്ളവരെ ബംഗ്ലാദേശി ഭീകരർ എന്ന് വിളിക്കുന്ന സംഘപരിവാർ പ്രചാരണത്തിന് മറുപടിയായാണ് മമതയുടെ ഭാഷാ റാലി. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയെ തുടർന്ന് 200 റോഡുകൾ അടച്ചു. ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച മഴയിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള 62 വൈദ്യുതി വിതരണ ട്രാൻസ്ഫോമറുകളും 110 ജലവിതരണ പദ്ധതികളും തകരാറിലായി. കാൻഗ്രയിലെ ഷാപൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ആർക്കും പ്രചോദനമാകുന്ന ഒരു വീണ്ടെടുക്കലിന്റെ കഥയിലേക്കാണ് ഇനി. കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതായി തീർന്ന ജീവിതം. മലപ്പുറം കാരാത്തോട് സ്വദേശി അബു താഹിർ തിരിച്ചുപിടിച്ച കഥയാണിത്. ഊരകം മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗമാണ് അബു താഹിർ. പരാജയത്തിന്റെ താഴേത്തട്ടിൽ നിന്ന് വിജയത്തിന്റെ കോണി കയറിയ അബു ത്വാഹിർ സംശയമില്ലാതെ പറയും, അനുഭവങ്ങളാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ ക്ലാസ് എന്ന്. ജീവിത കഥ ആരംഭിക്കുന്നത് 1980കളിലാണ്. പിതാവ് PK കുഞ്ഞാലിക്കും മാതാവ് സുബൈദക്കും 3 സഹോദരങ്ങൾക്കുമൊപ്പം നിലമ്പൂരിലായിരുന്നു താമസം. ഒരു സുപ്രഭാതത്തിൽ പിതാവിന്റെ ബിസിനസ് തകർന്നു. കച്ചവട സ്ഥാപനങ്ങൾ ഓരോന്നായി വിറ്റു, വസ്തുക്കൾ വിറ്റു, കിടപ്പാടം ബാങ്ക് കൊണ്ടുപോയി, പിന്നീട് വാടക വീട്ടിലേക്ക്. സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയച്ചത് സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രം. ജന്മനാടായ കാരാത്തോടിൽ വാടക വീട് തേടി അലയുമ്പോൾ നന്നേ ബുദ്ധിമുട്ടി. കടക്കിണിയിലായ കുടുംബത്തിന് ആര് വീട് നൽകും? ശരിക്കും സത്യം പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തി. പട്ടിണിയിൽ എന്ന് പറഞ്ഞാൽ പട്ടിണിയിൽ ഇവിടെ തറവാട്ടിലൊരു വീട് കിട്ടിയെന്ന് അതും തിരിച്ചു വാങ്ങി. അതും ഇപ്പോൾ ഒരു ഫ്ലാറ്റാണ്. അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ കരയെ ചെയ്തു. കരച്ചിൽ വന്നു എനിക്ക്. പോയത് കിട്ടുമ്പോഴാണ് സന്തോഷം അധികം. ഇല്ലാത്തത് നേടുമ്പോഴല്ലല്ലോ. ഉപ്പയുടെ രോഗം, ഉമ്മയുടെ കിഡ്നി തകരാറിലായത്, കളിയാക്കലുകൾ, പണം നൽകിയവരുടെ പിന്തുടരൽ, ജീവിതം അവിടെ തകർന്നുവെന്ന് കരുതി പഠനത്തോടൊപ്പം അറിയാവുന്ന മുഴുവൻ ജോലിയും അബു ത്വാഹിർ ചെയ്തു. പതിയെ സാമ്പത്തികമായി മെച്ചപ്പെട്ടു. സ്വന്തമായി വീട് വെച്ചു. 6 ലക്ഷം രൂപക്ക് വിറ്റ വീട് ഇന്ന് മോഹവില നൽകി തിരിച്ചു പിടിച്ചു. തറവാട് പണം കൊടുത്ത് തിരികെ സ്വന്തമാക്കി. ഇതിനെല്ലാം പിടിവെള്ളിയായത് അബു ത്വാഹിറിന്റെ ദയനീയാവസ്ഥ കണ്ട് സുഹൃത്ത് സൗദ് തൻ്റെ സ്വർണ്ണാഭരണം ഊരി നൽകിയതാണ്. ഇന്ത്യയിലൊന്നും ഇല്ലല്ലോ, 0 ആയി നിൽക്കുന്ന സമയത്ത് അവിടെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ആണ് ആ പൈസ തരാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. അതിൽ പൈസ തരാൻ വേണ്ടി സഹായിച്ചതിൽ പെട്ട ഒരാളാണ് ഇന്ന് എൻ്റെ ഭാര്യ. അവരുടെ സ്വർണം അവർ വീട്ടിൽ കളഞ്ഞു പോയെന്ന് പറഞ്ഞു. പക്ഷേ അതെനിക്ക് തന്ന് ഞാൻ അത് പണയം വിറ്റിട്ടാണ് ശരിക്കും എൻ്റെ ബിസിനസ്സിൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് തുടക്കം കുറിക്കുന്നത്. വീടിൻ്റെ ആധാരം മരിച്ചുപോയ പിതാവിന് കൈമാറുന്ന ചിത്രം AI ഉപയോഗിച്ച് അബു ത്വാഹിർ തയ്യാറാക്കി. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നാട്ടിനെ സഹായിക്കുന്നുണ്ട്, നാട്ടുകാരെ സഹായിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് എല്ലാവരും കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നോമ്പിനും പെരുന്നാളിനും ഉൾപ്പെടെ വിശേഷ ദിവസങ്ങൾ നാട് ആകെ ആഘോഷിക്കുന്നത് അബു ത്വാഹിറിൻ്റെ വീട്ടിലാണ്. ജീവിതം കാത്തുവെച്ച മധുരം അയാൾ പങ്കിടുന്നു. സമീർ ബിൻ കരീം, 24, തിരൂർ. ജമ്മുകശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള സൈനിക നടപടി പുരോഗമിക്കുന്നു. ഹർവാനിലെ ഏറ്റുമുട്ടലിന് പിന്നാലെ പരിസര പ്രദേശങ്ങളിൽ സൈന്യത്തിന്റെ തിരച്ചിൽ തുടരുകയാണ്. ഇന്നലത്തെ ഏറ്റുമുട്ടലിൽ പഹൽഗാം ഭീകരാക്രമണത്തിലെ സൂത്രധാരനെ വധിച്ചെന്നാണ് വിവരം. വധിച്ച 3 ഭീകരരുടെയും തിരിച്ചറിയൽ നടപടി പൂർത്തിയായെന്ന് സേന അറിയിച്ചു. ഭീകരരുടെ പേരുവിവരങ്ങൾ ഇന്ന് പുറത്തുവിട്ടേക്കും. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്? സൈന്യം എന്താണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ബൽറാം.
വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് ഇന്നലെ നടപ്പാക്കിയ ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായുള്ള തെരച്ചിൽ ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണ്. ശ്രീനഗറിലെ വനമേഖലയിലാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. 135 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന വിജയകരമായ ഒരു ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷൻ വിജയ് എന്നാണ് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. 4 ദിവസത്തെ ട്രാക്കിംഗ് അടക്കമുള്ള നടപടികളായിരുന്നു ഈ ഓപ്പറേഷൻ മഹാദേവിന് വേണ്ടി വന്നത്. ഈ ആട്ടിടയന്മാരിൽ നിന്നും 3 ലഷ്കർ ഭീകരർ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് വിവരം ലഭിക്കുന്നു. തുടർന്ന് ഈ മേഖലയിൽ സൈന്യം ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു. രാത്രി 2 മണിയോടെ, അതായത് ഇന്നലെ പുലർച്ചെ 2 മണിയോടെ ഈ പ്രദേശത്തു നിന്നും ഒരു സാറ്റലൈറ്റ് ഫോൺ ഓണായതായി സൈന്യം ട്രാക്ക് ചെയ്യുന്നു. തുടർന്ന് ഈ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ഇടം കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നു. തുടർന്നാണ് ഈ മേഖല സൈന്യം ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഓപ്പറേഷൻ മഹാദേവ് എന്ന ദൗത്യത്തിന്റെ ഭാഗമായുള്ള തെരച്ചിൽ ആരംഭിച്ചത്. ആദ്യ മിനിറ്റുകളിൽ തന്നെ, അരമണിക്കൂറിനകം തന്നെ ഈ ഭീകരവാദികളുമായി നേരിട്ട് മുഖാമുഖം കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കൃത്യമായി ഈ ഭീകരവാദികളെ സൈന്യം ആക്രമിക്കുന്നു. അത് ആദ്യ ഘട്ടത്തിൽ ഒരു ഭീകരവാദിക്ക് പരിക്കേറ്റ് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തുടർന്ന് അടുത്ത ഘട്ടത്തിൽ അയാളെ കൂടി വധിക്കുന്നു. തുടർന്ന് ഈ മേഖലയിൽ സൈന്യം ഡ്രോൺ നിരീക്ഷണത്തിലൂടെ ഭീകരവാദികൾ 3 പേരും മരിച്ചതായി സ്ഥിരീകരിക്കുന്നു. ഇവരുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നു. ഈ ഭീകരവാദികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ഡ്രോൺ പരീക്ഷണം നടത്തിയ ഒരു ഓപ്പറേഷൻ കൂടിയാണ് ഈ മഹാദേവ് എന്നുള്ളത്. അതിൽ നിന്നാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന സംശയം ഉണ്ടായത്. പ്രത്യേകിച്ച് ഇവരുടെ മുഖം അടക്കമുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ പഹൽഗാമിൽ നിന്നും കണ്ടെടുത്തത് അതിന് സമാനമായ ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളാണ് ഈ ഭീകരവാദികൾ ശ്രീനഗറിലെ വനമേഖലയിൽ വെച്ചും ഉപയോഗിച്ചിരുന്നത് എന്നും സൈന്യം സ്ഥിരീകരിച്ചു. തുടർന്ന് കൊല്ലപ്പെട്ട ഭീകരവാദികളിൽ ഒരാൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ സുലൈമാൻ എന്ന മൂസ ഫൗജി ആണ് എന്ന് ജമ്മു കശ്മീർ പോലീസാണ് സ്ഥിരീകരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 3 പേരുടെയും തിരിച്ചറിയൽ നടപടികൾ പൂർത്തിയായതായാണ് സൈന്യം അറിയിക്കുന്നത്. പേര് വിവരങ്ങൾ ഇന്ന് ഔപചാരികമായി തന്നെ പുറത്തുവിടും. ഉന്മേഷ്, സ്മിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് AICCയുടെ സംഘം ഛത്തീസ്ഗഡിലേക്ക് പോകുമെന്നൊരു വാർത്ത വരുന്നുണ്ട്. അതിൽ MP-മാരായ ബെന്നി ബെഹനാൻ, അതോടൊപ്പം RSPയുടെ MP NK പ്രേമചന്ദ്രൻ, ഒപ്പം കേരള കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവരുണ്ടായിരിക്കും. ഇന്ന് രാവിലെ 8:45 ഇവർ ഛത്തീസ്ഗഡിലെത്തും എന്നാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. കാലാവസ്ഥയിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. ഗുജറാത്ത് മുതൽ വടക്കൻ കേരള തീരം വരെ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീന ഫലമായാണ് മഴ. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കടലിൽ പോകരുത് എന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്, വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണം എന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യത്തിൽ ഇന്ന് ചർച്ച. ഗതാഗത സെക്രട്ടറി PB നൂഹാണ് ചർച്ച നടത്തുന്നത്. 11 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുമായും 11:30 സ്വകാര്യ ബസ് ഉടമകളുമായും വെവ്വേറെയാണ് ചർച്ച. ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഈ മാസം 22 മുതൽ പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് സ്വകാര്യ ബസ് ഉടമകൾ പിന്മാറിയിരുന്നു. തുടർ ചർച്ചയ്ക്ക് ഗതാഗത സെക്രട്ടറിയെ നിയോഗിക്കുകയായിരുന്നു. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ നിയോഗിച്ച രവി രാമൻ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയ്ക്കെടുക്കും. വിദ്യാർത്ഥി കൺസെഷൻ 1 രൂപയിൽ നിന്ന് 5 രൂപയായി ഉയർത്തണം എന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുകയാണ് കൊല്ലം ജില്ലാ ജയിൽ. 92 പേരെ പാർപ്പിക്കേണ്ട ജയിലിൽ നിലവിലുള്ളത് 263 പേർ. തടവുകാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നുണ്ട്. കൊല്ലം ജില്ലാ ജയിലിലും ഭൗതിക സാഹചര്യം നന്നേ കുറവെന്ന പരാതി ഉയർന്നിട്ട് നാളുകളേറെയായി. 92 പേരെ പാർപ്പിക്കേണ്ട ജയിലിൽ ഇന്ന് ഇരട്ടിയിലേറെ അന്തേവാസികളുണ്ട്. 263 പേർ നിലവിലുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയ പഴയ കെട്ടിടത്തിലെ 6 സെല്ലുകളിലായി 35 പേരെയാണ് പാർപ്പിച്ചിട്ടുള്ളത്. ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യവും ജയിലിൽ അപര്യാപ്തമാണ്. 58 ജീവനക്കാരാണ് ജില്ലാ ജയിലിൽ ജോലി ചെയ്യുന്നത്. തടവുകാരുടെ വർധനയ്ക്കനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. കൊടും കുറ്റവാളികളെ ഉൾപ്പെടെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് 2 ജീവനക്കാർ മാത്രമാണുള്ളത്. കുറ്റവാളികൾ ഇവരെ ആക്രമിച്ച് രക്ഷപ്പെട്ടാലും ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ്. ജയിലിലെ മതിൽക്കെട്ടുകളുടെ അടിവശമാകെ എലിമാളങ്ങളായി.
ജയിലിൽ ചപ്പാത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനാൽ അതിലും ജീവനക്കാരെ കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. ജയിലിൽ ജീവനക്കാരുടെ എണ്ണവും ജോലിഭാരവും ചൂണ്ടിക്കാട്ടി പലതവണ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു. അരുൺ രാജ്, 24 കൊല്ലം. ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ വിചിത്രവാദവുമായി കർണാടക BJP അധ്യക്ഷൻ R. അശോക. വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു മുസ്ലിമാണ്. കേരള സർക്കാരിന്റെ അദൃശ്യമായ കരങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ട്. കേരളത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത്. കേരള സർക്കാരിന്റെ വിഷയത്തിൽ പങ്കുണ്ടെന്ന് R. അശോക നേരത്തെ ആരോപിച്ചിരുന്നു. ಈಗ ಆಪಾದನೆ ಮಾಡ್ತಾ ಇರೋನು ಯಾರೋ ಒಬ್ಬ ಮುಸ್ಲಿಮು. ಇದಕ್ಕೆ ಫುಲ್ ಬ್ಯಾಕ್ ಗ್ರೌಂಡು ಕೇರಳ ಸರ್ಕಾರ. ಅವ್ರಿಗೇನು ಸಂಬಂಧ ಇದೆ? ಇಲ್ಲಿ ಆತ್ಮಹತ್ಯೆ ಆಗಿದೆ, ಕೊಲೆಗಳಾಗಿದೆ. ನಾನು ಕೂಡ ಈ ತನಿಖೆಯನ್ನ ಸ್ವಾಗತ ಮಾಡ್ತೀನಿ. ಈಗಾಗಲೇ ಧರ್ಮಸ್ಥಳದವರು ಸ್ವಾಗತ ಮಾಡಿದ್ದಾರೆ. മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിന്നും തെളിവെടുപ്പ് തുടരും. നേരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയിടങ്ങളിൽ കുഴിച്ച് പരിശോധന നടത്താനും നീക്കമുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ തെളിവെടുപ്പിന് എത്തിക്കുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടം അങ്ങനെ കൂടുന്നുണ്ടായിരുന്നു. ഒപ്പം പോലീസ് സുരക്ഷയും ഉണ്ടായിരുന്നു. ഇന്ന് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് ഈ ചൂണ്ടിക്കാണിച്ച ഇടങ്ങൾ കുഴിച്ച് പരിശോധന എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള സുരക്ഷാ നീക്കങ്ങളൊക്കെ അവിടെ ഉണ്ടോ? വിവരങ്ങൾ പറയും. സ്മിത, ഇന്നെന്തായാലും രാവിലെ തന്നെ തെളിവെടുപ്പ് തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടി സ്പോട്ടിലേക്ക് എത്തും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഒടുവിൽ SITയിൽ നിന്ന് ലഭിക്കുന്നത്. രാവിലെ തന്നെ പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. കാരണം രാവിലെ ഈ 3 ഇടങ്ങൾ കൂടിയാണ് പരിശോധിക്കാനുള്ളത് എന്നാണ് ലഭ്യമായ വിവരം. അത് കഴിഞ്ഞാലുടൻ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഇടം, സ്പോട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും കുഴിച്ചു പരിശോധിക്കുക എന്നുള്ളൊരു നീക്കം കൂടി ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ അതിലേക്ക് അവിടെ കുഴിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകളെയൊക്കെയും നിശ്ചയിച്ച് ഇന്നലെ തന്നെ അതിനൊരു സംഘത്തെയൊക്കെയും രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതധികം വൈകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ രാവിലെ ഈ 3 സ്പോട്ടുകളിൽ കൂടി പോവുക, ശുചീകരണ തൊഴിലാളി പറയുന്നതനുസരിച്ച് അവിടെ സ്പോട്ട് മാർക്കിംഗ് ചെയ്യുക, അതിനുശേഷം ഈ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ അതിനുശേഷമോ ഒക്കെ ഈ ഒരു കുഴിയെടുത്തുള്ളൊരു പരിശോധന നടത്തുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള ഇനിയുള്ള ഒരു നീക്കം. അതായിരിക്കും ഈ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴികളിൽ അല്ലെങ്കിൽ ഇന്നലെ നൽകിയ ഇടങ്ങളിലൊക്കെയും അവിടെ കാര്യമായ ഈ അസ്ഥികൂടങ്ങളോ ഒപ്പം തന്നെ തലയോട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു നിഗമനം തന്നെയാണ് SIT സംഘം ഉള്ളത്. അവിടെ ഇന്നലെ വലിയ സുരക്ഷയൊക്കെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിശോധന മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നോടുകൂടി തെളിവെടുപ്പ് പൂർത്തിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകിട്ടും നാളെയും ഒക്കെ ആയിട്ട് ഈ കുഴിച്ചു പരിശോധനയും തുടങ്ങും. സ്മിത, മുഹമ്മദ് റയീസ്, ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പോൾ ഈ BJP അധ്യക്ഷന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണല്ലോ അദ്ദേഹം, മുഹമ്മദ് റയീസ്. ഉന്മേഷ്, ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ കൂടി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതായത് ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു മുസ്ലിമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ലഭ്യമായ എല്ലാ രേഖകളും പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹത്തിന് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയാത്തത് കൊണ്ട് മാത്രം ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. രണ്ടാമതായി, ഈ ശുചീകരണ തൊഴിലാളിയായിട്ട് ഇവിടെ ജോലി ചെയ്ത ആളാണ്. അദ്ദേഹം ആരാണ് എന്നിപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്നലെ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവരിൽ നിന്ന് ആരിൽ നിന്നും അങ്ങനത്തെ ഒരു വിവരം ലഭിക്കുന്നില്ല. മാത്രമല്ല, ഇതിന് കേരള സർക്കാരിന് കൂടി പങ്കുണ്ട്. കേരളത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗൂഢാലോചനകൾ നടന്നത്. ആ ഗൂഢാലോചനകളുടെ വിവരങ്ങളൊക്കെ SIT അതിന്റെ റിപ്പോർട്ട് നൽകിയതിനു ശേഷം പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ സർക്കാരിനെ നേരിട്ട് ലിങ്ക് ചെയ്യുക കൂടിയാണ് BJP അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലുള്ളവർക്കാണ് ഈ വിഷയത്തിൽ കൂടുതൽ താല്പര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് ഈ മാധ്യമപ്രവർത്തകരടക്കമുള്ളവരെ കോട്ട് ചെയ്ത് അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ കേരളവും
കുടുംബവുമായി ഇതിനെ ലിങ്ക് ചെയ്യുക. ഈ സംഭവത്തിന് പിന്നിൽ, ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഒരു അദൃശ്യ കരങ്ങളുണ്ട്. ആ അദൃശ്യ കരങ്ങൾ എപ്പോഴും കേരളത്തിൻ്റെതാണ്. കേരളത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിന്റെ ബന്ധം ഈ വിഷയത്തിൽ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളത്തെ കൂടി ലിങ്ക് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല, ഈ ധർമ്മസ്ഥല ക്ഷേത്ര അധികൃതർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ക്ഷേത്രത്തിന്റെ പവിത്രത എപ്പോഴും പരിപാലിക്കപ്പെടണം, അല്ലെങ്കിൽ അത് സംരക്ഷിക്കപ്പെടണം. ഒപ്പം SITയുടെ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വനിതാ ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ്. വെറും 19-ാം വയസ്സിലാണ് ദിവ്യയുടെ ചരിത്ര നേട്ടം. രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ദിവ്യ ആരെന്നറിയാം. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. കുഞ്ഞുണ്ണി മാഷ്ടെ വിഖ്യാതമായ വരികൾ. ആ പൊക്കമില്ലായ്മ ഇന്ത്യക്ക് സമ്മാനിച്ചത് ഒരു ലോകകപ്പാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. ആ കഥ ഇങ്ങനെയാണ്. നാഗ്പൂരുകാരായ ഡോക്ടർ ജിതേന്ദ്ര ദേശ്മുഖും ഭാര്യ ഡോക്ടർ നർമ്മദയും മൂത്ത മകൾ ആര്യയെ ബാഡ്മിൻ്റൺ പഠിപ്പിക്കാൻ വിട്ടിരുന്നു. ഒരു നാൾ ഇളയവൾ ദിവ്യയെയും അവിടെ ചേർത്തു. ദിവ്യയ്ക്കെന്ന് 4-5 വയസ്സ് കാണും. എന്നാൽ പൊക്കം കുറവായതിനാൽ നെറ്റ്സിന്റെ താഴെ തൊടാൻ പോലും ദിവ്യയ്ക്കാവുമായിരുന്നില്ല. ഇതോടെ ബാഡ്മിൻ്റൺ മോഹങ്ങൾ ഉപേക്ഷിക്കുകയല്ലാതെ വഴിയില്ലാതായി. യാദൃശ്ചികത എന്നോണം അതേ ബിൽഡിങ്ങിൽ ചെസ് പഠിപ്പിക്കുന്ന ഒരു അക്കാദമി കൂടിയുണ്ടായിരുന്നു. ദിവ്യയെ മാതാപിതാക്കൾ അവിടെ ചേർത്തു. അന്നവർ കരുതിയിരുന്നില്ല അത് ചരിത്രത്തിലേക്കുള്ള വഴിയൊരുക്കലായിരുന്നെന്ന്. ചതുരംഗപ്പലകയോട് എളുപ്പമിണങ്ങിയ ദിവ്യ ഇതിൽ പ്രഗത്ഭയാവാൻ അധികം താമസമൊന്നും വേണ്ടി വന്നില്ല. ആദ്യം അണ്ടർ 7 കിരീടം, വൈകാതെ അണ്ടർ 10, 12 വിഭാഗങ്ങളിലും ജേതാവായി. 2024 ലോക ജൂനിയർ കിരീടം കൂടി നേടിയതോടെ ദിവ്യ ദേശ്മുഖ് എന്ന പേര് രാജ്യം ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നീട് ചെസ് ഒളിമ്പ്യാഡിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലുമെല്ലാം ഇന്ത്യ കിരീടം ചൂടിയപ്പോൾ പിഴയ്ക്കാത്ത കരുനീക്കങ്ങളുമായി ദിവ്യയും അതിലുണ്ടായിരുന്നു. ഒടുവിൽ 15-ാം സീഡായെത്തി വമ്പൻ അട്ടിമറികളിലൂടെ ചെസ് ലോകകപ്പിലും അദ്ഭുതമായി ദിവ്യ. ഒരിക്കലും തിരുത്താനാവാത്ത ഇന്ത്യയുടെ ആദ്യ വനിതാ ചെസ് ലോകകപ്പ് ജേതാവെന്ന നേട്ടവും ഇനി ദിവ്യയ്ക്ക് സ്വന്തം. സ്പോർട്സ് ഡെസ്ക് 24. തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരത്തെ വിശാലമായ സൂര്യകാന്തി പാടങ്ങൾ വിസ്മൃതിയിലേക്ക്. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സൂര്യകാന്തി പാടങ്ങളിൽ ഇനി ചോളം വിളയും. സുന്ദരപാണ്ഡ്യപുരം സൂര്യകാന്തിപ്പാടങ്ങളുടെ സുന്ദര ഭൂമിയായി മാറിയിട്ട് 2 പതിറ്റാണ്ടിലേറെയായി. 100 ഏക്കറോളം വിടർന്ന് വിലസി നിൽക്കുന്ന സൂര്യകാന്തിപ്പാടം ആസ്വദിക്കാൻ അന്യദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് എത്തുക. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് സഞ്ചാരികളുടെ വരവേറുക. ഉണങ്ങിക്കഴിഞ്ഞാൽ പൂക്കൾ എണ്ണയ്ക്കായി പറിച്ചെടുക്കും. പിന്നെ ഇവിടെ മറ്റു കൃഷികളാണ്. എന്നാൽ മണ്ണിന്റെ നിലവാരം കുറഞ്ഞതോടെയാണ് சூரியகாந்திப்பாடம் சோளக்கிருஷிக்காய் மாற்றான் கர்ஷகர் தீர்மானிச்சது. இப்போ மண்ணுடைய வளத்தை பூரா இந்த செக் பண்ணி குடிக்கிறதுனால அப்படியே சுருங்கி இன்னைக்கு 1 ஏக்கர் 1/2 ஏக்கர் அந்த மாதிரி விவசாயம் பண்ணிட்டு இருக்காங்க. ஆனால் இந்த இதில் வந்து கல்டிவேட் பண்ணால் பெரிய அளவில் விவசாயிகளுக்கு லாபம் கிடைக்கிறது இல்லைங்கிறதும் ஒரு காரணமாக இருக்குது. സൂര്യകാന്തിപ്പാടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ദൂരദേശങ്ങളിൽ നിന്നടക്കം എത്തുന്നവർക്കും പൂർണ്ണ സംതൃപ്തിയോടെ മടങ്ങാനാകുന്നില്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. ഏക പ്രതീക്ഷയിലൂടെയാണ് വന്നത്. പക്ഷെ ഇവിടെ ഇപ്പം കുറവാണ്. എന്നാലും കുഴപ്പമില്ല, കുട്ടികളെയും കൊണ്ട് വന്നു കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ പൂക്കളുണ്ടായിരുന്നു. ഇപ്പം ഒരു സ്ഥലത്ത് മാത്രം പൂക്കളുള്ളൂ, ബാക്കിയുള്ള എല്ലാം ചോളമാണ്. നിലവിൽ സുന്ദരപാണ്ഡ്യപുരത്തെ 2 ഇടങ്ങളിൽ മാത്രമാണ് സൂര്യകാന്തി വിടർന്നു നിൽക്കുന്നത്. അതും 1/2 ഏക്കറിൽ മാത്രം. പൂക്കൾ പരുവപ്പെടുന്നതോടെ ദിവസങ്ങൾക്കകം ഇവയും നീക്കം ചെയ്യും. പിന്നെ ചോളം കൃഷി ഇറക്കും. സൂര്യകാന്തിപ്പാടത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തും ഇതിനോടകം ചോളക്കൃഷി ഇറക്കി കഴിഞ്ഞു. 24 കൊട്ടാരക്കര. കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് കളക്ടർ കസേരയിൽ ആളില്ലാതായിട്ട് 3 മാസം. അധിക ചുമതല നൽകിയ കാസർഗോഡ് RDO ആണ് ഇപ്പോൾ ഭരണം നിർവഹിക്കുന്നത്. വീരമലക്കുന്ന് മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ദുരന്തം പതിവാകുമ്പോഴാണ് ഈ അനാസ്ഥ. കാഞ്ഞങ്ങാട് സബ് കളക്ടറായിരുന്ന പ്രദീക് ജെയിൻ സ്ഥലം മാറിപ്പോയിട്ട് 3 മാസം പിന്നിട്ടു. പകരം നിയമനം ഇതുവരെയുമില്ല. ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ലിബു എസ് ലോറൻസിന് RDOയുടെ അധിക ചുമതല നൽകിയെങ്കിലും ഇദ്ദേഹത്തെയും മാറ്റി. ഇപ്പോൾ കാസർഗോഡ് RDO ബിനു ജോസഫിനാണ്
കാഞ്ഞങ്ങാടിൻ്റെ അധിക ചുമതല. മലയോര മേഖലകളിൽ അതിതീവ്ര മഴ, വീരമലക്കുന്ന് മണ്ണിടിച്ചിൽ, ടാങ്കർ ലോറി അപകടം തുടങ്ങി അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യങ്ങൾ അടിക്കടി ഉണ്ടായിട്ടും സബ് കളക്ടറെ നിയമിക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ്. കാസർഗോഡ് RDO ചുമതല കൊടുത്താൽ കാസർഗോഡ് നിന്ന് കളക്ടർ വരുന്നതും അവിടെയുള്ള RDO വരുന്നതും ഒരുപോലെയാണ്. കാഞ്ഞങ്ങാട് ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ മഴ കൂടുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് വളരെക്കുണ്ട് താലൂക്കിനകത്ത് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇപ്പോൾ RDO സ്ഥിരമായ സംവിധാനം ഇല്ല എന്നുള്ളത് വളരെ ഈ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയാണ്. കാഞ്ഞങ്ങാടിൻ്റെ അധിക ചുമതല ലഭിച്ച കാസർഗോഡ് RDO ബിനു ജോസഫ് ജില്ലയിലേക്ക് സ്ഥലം മാറി എത്തിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. ജില്ലയിലെ സ്ഥലങ്ങൾ പോലും കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുൻപാണ് കാഞ്ഞങ്ങാടിൻ്റെ അധിക ചുമതല കൂടി ലഭിച്ചത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടേണ്ടത് RDOയാണ്. കാഞ്ഞങ്ങാട് ഭാഗത്തെ മലയോര മേഖലയിലെ വിഷയങ്ങളിൽ ഇടപെടാൻ ജില്ലാ ആസ്ഥാനത്ത് നിന്നും RDO എത്തേണ്ട അവസ്ഥയാണ് നിലവിൽ. 24 കാസർഗോഡ്. കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരിക്ക് അടിമപ്പെട്ട് മാതാവിനെ ആക്രമിച്ച മകൻ പിടിയിലായി. മണൽവയലിൽ റനീസാണ് പിടിയിലായത്. ആവശ്യപ്പെട്ട 1 ലക്ഷം രൂപ നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. നിഖിൽ പ്രമേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, പറയൂ വിവരങ്ങൾ. സ്മിത, ഗൾഫിൽ വിസിറ്റിംഗ് വിസയ്ക്കായി പോയ റനീസിന് അവിടെ കാര്യമായ ജോലി ലഭിച്ചിരുന്നില്ല. തിരികെ വരികയും കയ്യിൽ പണമില്ലാത്തതിനാൽ സഹോദരിയുടെ വീട്ടിലെത്തി അവരുടെ സ്വർണം അവരറിയാതെ എടുത്തുകൊണ്ട് പോവുകയും ഇത് വിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ വിവരം അറിഞ്ഞ് സഹോദരിയും മാതാവും അടിവാരം പോലീസ് ഔട്ട് പോസ്റ്റിലെത്തി വിവരം അറിയിക്കുകയും ഈങ്ങാപ്പുഴയിൽ വിൽക്കാൻ കൊണ്ടുപോയ സ്വർണം പോലീസ് തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായി റനീസ് എന്ന യുവാവ് വീട്ടിലെത്തി ഉമ്മയോട് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഉമ്മയുടെ കയ്യിൽ ഈ പണം നൽകാനുണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇയാൾ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഈ മാതാവിനെ കുത്താൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർക്ക് നേരിയ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റനീസിനെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. റനീസിന്റെ സഹോദരൻ റമീസ് MDMA വിൽപ്പന നടത്തുന്നവരെ കുറിച്ച് പോലീസ് തയ്യാറാക്കിയ പട്ടികയിലുള്ള ആളാണ്. ഇയാളിൽ നിന്ന്, ഈ സഹോദരനിൽ നിന്ന് വാങ്ങിയ റനീസും MDMA ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ലഹരിക്ക് അടിമപ്പെട്ട് മാതാവിനെ ആക്രമിച്ച ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. അതിൽ പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. സ്മിത. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേക്കും. അതുല്യയുടേത് ആത്മഹത്യ എന്നുള്ള ഫോറൻസിക് ഫലം ഇന്നലെ ലഭിച്ചിരുന്നു. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എപ്പോഴാകും ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുക? കൂടുതൽ വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് വരുന്നത്? ആത്മഹത്യയാണ് എന്നുള്ള സ്ഥിരീകരണം എത്തിയിരുന്നല്ലോ ഇന്നലെ. ഇന്നലെ ഉച്ചയോടെയാണ് അതുല്യയുടെ സഹോദരി അഖിലയ്ക്ക് ഈ ഒരു ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചത്. മരണം ആത്മഹത്യയാണെന്നാണ് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ എംബാമിംഗ് ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടത്. ഇത് ഉച്ചയോടുകൂടി പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. ഉച്ചയോടുകൂടി എംബാമിംഗ് നടപടിക്രമങ്ങളും അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് NOCയും പിന്നെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാവുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാണ് കുടുംബം അറിയിക്കുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഈ മരണത്തിൽ സംശയമുണ്ട് എന്നതടക്കമുള്ള പരാതിയും ഒരു ഭാഗത്ത് നൽകിയിരുന്നു. ഇതിലുള്ള നിയമ നടപടികൾ ഏത് രീതിയിൽ പോകുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ശരി, അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേക്കും. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു എന്നാണ് അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് അറിയിക്കുന്നത്. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു.